പർവ്വതനിരയും തന്നിടം വിട്ടുപിൻ മാറിയെന്നാലും നീങ്ങുകില്ല അവൻ ദയ എന്നിൽ നിന്നതുപോൽ അവൻ ദയ എന്നിൽ നിന്നതുപോൽ നിലനിൽക്കും സമാധാന നിയമവും നിലനിൽക്കും സമാധാന നിയമവും നിത്യം ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാർന്നു ഞാൻ യാഹിൽ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന വചനഭാഗങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കത്തക്കതും നമ്മൾ അതിനെ ഭയപ്പെടേണ്ടതുമാണ്. ഒരു മനുഷ്യൻ ഏതിനോട് തോൽക്കുന്നുവോ അതിനടിമപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യ ജീവിതം അടിമപ്പെട്ടു പോയാൽ അടിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അടിമയ്ക്ക് സ്വന്തമായി ചിന്തിക്കാനും സ്വന്തമായി പ്രവർത്തിക്കാനും സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കാനുമുള്ള അവസരമില്ല. ഹൃദയം കൊണ്ട് മാത്രം ആഗ്രഹിക്കാം. പക്ഷേ അനുഭവം മുഴുവനും യജമാനാരോ ആ യജമാന്റെ ഇഷ്ടം മാത്രമേ ചെയ്യാൻ സാധിക്കൂ. ഇതിനു വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് ഈ ഭൂമിയിൽ എവിടെയും കാണുന്നത്. അതിന് മാതാപിതാക്കളെ ധിക്കരിക്കുന്ന മക്കൾ, അതിന് ശാഠ്യം കാണിക്കുന്ന മക്കൾ, ഇതൊക്കെയും ഈ ഒരു ആധിപത്യത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാ മനുഷ്യരിലും കിടക്കുന്ന, പുറമെ അറിയുന്നില്ല എങ്കിലും എല്ലാ മനുഷ്യരിലും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് അധികാരം വേണം. താൻ എന്ത് ആഗ്രഹിക്കുന്നുവോ അതുപോലെ കാര്യങ്ങൾ നടക്കണം എന്നുള്ളത് എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ തൻ്റെ ശരീരവുമായിട്ടുള്ള ബന്ധം. തനിക്ക് ആഗ്രഹമുണ്ട്. റോമാലേഖനം 7-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ നന്മ ചെയ്യാനുള്ള ആഗ്രഹം എനിക്കുണ്ട്, തിന്മ ചെയ്യാനുള്ള ആഗ്രഹം ശരീരത്തിനുണ്ട്. ഇത് നമ്മൾ എപ്പോഴും ഓർത്തുകൊള്ളു. ഏറ്റവും നന്മ ചെയ്യാനുള്ള ആഗ്രഹം എനിക്കുണ്ട്, ഏറ്റവും തിന്മ ചെയ്യാനുള്ള ആഗ്രഹം എൻ്റെ ശരീരത്തിനുണ്ട്. അതുകൊണ്ട് വചനം പറയുകയാണ്, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞാൻ എൻ്റെ പക്കൽ തിന്മയുണ്ട് എന്നൊരു പ്രമാണം കാണും. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഓർത്തുകൊള്ളണം. നല്ലൊരു കാര്യത്തിന് ഞാൻ പോകുന്നു. ദൈവമേ, എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്തിനു വേണ്ടി? നല്ലത് ചെയ്യാൻ. പക്ഷെ അപ്പോൾ തന്നെ ഓർത്തുകൊള്ളണം, എൻ്റെ ശരീരം എന്തിനു ആഗ്രഹിക്കുന്നു? അതിന് വിരുദ്ധമായിട്ടുള്ള തിന്മ ചെയ്യാൻ ഈ ശരീരത്തിനൊരു ആഗ്രഹമുണ്ട്. എവിടെ പോയാലും അത് വല്ല ദൈവത്തോട് എതിർക്കാൻ പോയതാണോ കയ്യിൽ? വല്ല കാര്യമുണ്ട്, വീട്ടിലിരുന്നാൽ പോരായിരുന്നോ? കയ്യിലിരിക്കുന്ന കാശും കളഞ്ഞ് വീട്ടിൽ ഉണ്ടായിരിക്കുന്ന സാധനങ്ങളെ കൊണ്ടുപോയി അധ്വാനിച്ചുണ്ടാക്കിയ ആ കാഴ്ചയൊക്കെ കൂടെ കൊണ്ടുപോയി അത് കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവച്ചു. ദൈവത്തെ ദുഷിച്ചതല്ല, തന്റെ അധ്വാനം കർത്താവിന് കൊടുത്തതാ. ഒടുവിൽ ഹാബേലിന്റെ സഹോദരന്റെ യാഗത്തിലും സഹോദരനിലും ദൈവം പ്രസാദിച്ചു. എന്നിൽ പ്രസാദിച്ചില്ല. കയ്യിന്റെ മുഖം മാടി. ദൈവം പറഞ്ഞിട്ടും കേട്ടില്ല. അവസരം വെച്ച് സഹോദരനെ കൊന്നു. ആര് ജയിച്ച്? നന്മ ചെയ്യാൻ ആഗ്രഹിച്ചതാരും കയ്യിൽ ഉള്ള ആഗ്രഹിച്ചു. തിന്മ ചെയ്യുന്നതാരും അവന്റെ ജഡത്തിന്, അവന്റെ ശരീരത്തിന്. റോമാലേഖനം 7-ാം അധ്യായം വായിച്ചു പറഞ്ഞു. ഏത് കാര്യത്തിന് പോകുമ്പോഴും, മനുഷ്യൻ ഏത് കാര്യത്തിന് പോകുമ്പോഴും ഓർത്തുകൊണ്ടോ,
നന്മ നമ്മൾ ആഗ്രഹിക്കുന്നു, തിന്മ ആഗ്രഹിക്കുന്ന ശരീരം നമ്മോടൊപ്പം ഉണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ചതിന് ശേഷം സ്വയം കൊള്ളരുതാത്തവനായി പോകാതിരിപ്പാൻ എന്റെ ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കത്രേ ചെയ്യുന്നു. ഞാൻ ഇവിടെ നിന്ന് ഭയങ്കര പ്രസംഗം. എന്റെ സഹോദരന്മാരെ, കഴിയുന്നത് നുണ പറയരുത്. ഒരിക്കലും ഒരു നുണ പറയരുത്. കാരണം ദൈവസഭ എന്ന് പറയുന്നത് സത്യത്തിന്റെ തൂണാ. നിങ്ങൾ നുണ പറയരുതെന്ന് പറഞ്ഞാൽ ഞാനിങ്ങ് വരുന്നത് നോക്കിയിരിക്കുക. ഞാനിങ്ങ് വരുന്നത് നോക്കിയിരിക്കുക. എന്തെല്ലാം ഉണ്ട് എന്നിട്ട് എന്റെ ഒരു പ്രശ്നം തീരുന്നില്ല. ഒരു അവസരം. നിങ്ങൾ നുണ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീരും. എന്റെ കാര്യങ്ങളുടെ പ്രശ്നം തീരും. അതിന് തയ്യാറാക്കി ഇവിടെ വെച്ചിരിക്കുക. തിരിച്ചു വരുമ്പോഴത്തേക്ക് അത് ചെയ്യിക്കാനായിട്ട്. ഇത് ചെയ്ത് ഇതിനടിമയാ, അത് ചെയ്താൽ അതിനടിമയാണ്. പിന്നെ നന്മയൊന്നും കണക്കിടില്ല. എത്രയും എത്രയും ദാവീദ് ദൈവത്തിന്റെ പെട്ടകം തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. നല്ലതാണോ? ദൈവത്തിന്റെ പെട്ടകം തന്റെ ഭവനത്തിൽ കൊണ്ടുവരുന്നത് തെറ്റാണോ? ഇല്ല. ദൈവത്തിന് പ്രസാദമാണ്. ഏറ്റവും ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ് ആ പെട്ടകം തന്റെ ഭവനത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. ഉള്ളം കൊണ്ട് ആഗ്രഹിച്ച ആഗ്രഹം നല്ലതാ. പക്ഷെ അവന്റെ ജഡത്തിലൊരു പ്രമാണം കിടപ്പുണ്ട്. പോയി വ്യവസ്ഥ നോക്കാതെ പെട്ടകം കൊണ്ടുവന്നു. കൂട്ടുകാരൻ മരിച്ചുപോയി. പെട്ടകം വാങ്ങി മരിച്ചുപോയി. ദാവീദ് സങ്കടം, ദേഷ്യവും, ഉറ്റ സ്നേഹിതനാ, മരിച്ചുപോയി. പെട്ടകം വാങ്ങി. എന്തുകൊണ്ടാണ് പിന്നീടാ ചിന്തിച്ചത്, എന്തുകൊണ്ടാണ് സംഭവിച്ചത്? സംഭവിച്ചത് പറഞ്ഞുകൊണ്ടല്ല, വ്യവസ്ഥയുണ്ട് പെട്ടകം കൊണ്ടുവരുന്നതിന്. അങ്ങനെ വ്യവസ്ഥ പെട്ടകം കൊണ്ടുവന്ന് പ്രശ്നം തീർന്നു. ഇത് ആദ്യം ചിന്തിച്ചാൽ പറയാനിരിക്കായിരുന്നല്ലോ. അപ്പൊ ഏത് നന്മ, ഏത് മനുഷ്യന്റെ എത്ര നന്മ ചെയ്തോട്ടെ, എത്ര നല്ല കാര്യം ചെയ്തോട്ടെ, ആ നന്മ ചെയ്യുമ്പോൾ ഓർത്തു കൊള്ളണം, ഞാൻ ഇത്രയും നന്മയാണല്ലോ ചെയ്യാൻ പോകുന്നത്. എന്നെ കെണിയിൽ അകപ്പെടുത്താനുള്ള വഴി ആലോചിക്കുന്ന ഒരുവൻ വേറെ പുറത്തുനിന്നല്ല, എന്റെ ശരീരത്തിൽ തന്നെ. അതുകൊണ്ടാണ് വരുന്നത്, എന്റെ ജഡത്തിൽ നന്മയില്ല എന്ന് ഞാൻ അറിഞ്ഞു. തിന്മയുടെ നിർമ്മാണം കൊണ്ട് ജീവിക്കുന്ന ഒരാൾ മനുഷ്യൻ. ഏതെങ്കിലും തരത്തിൽ ഇനി ലംഘനത്തിൽ പെട്ടാലോ, വീഴ്ചയിൽ അകപ്പെട്ടു പോയാലോ, വീഴ്ചയിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ശരീരം മൊത്തം അവന് അടിമയാണ്. പിന്നെ മനുഷ്യൻ ചെയ്യുന്നത് പോലെ, മനുഷ്യൻ ആഗ്രഹിക്കുന്ന പോലെ പിന്നെ അവൻ പോവില്ല. പിന്നെ ചെയ്ത തിന്മയാണ് പിന്നെ അവന് നടന്നത്. നമ്മളൊന്ന് കേട്ടത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വചനഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നല്ലൊരു കാര്യം. ഒരു യുദ്ധം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയൊരാഗ്രഹം. എല്ലാവരും കൂടെ കൂടി, ഇസ്രായേലിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് പറഞ്ഞു, ഇനി ഗിദെയോൻ ഞങ്ങളുടെ രാജാവായോ. ഗിദെയോൻ, കാരണം നമ്മുടെ ശത്രുവിനെ കയ്യിൽ നിന്ന് രക്ഷിച്ചത് ആരാ? ഗിദെയോനാ. ഗിദെയോനാണ് ഇനി നമ്മുടെ രാജാവ്. ഗിദെയോൻ പറഞ്ഞു, ഞാൻ രാജാവില്ല, നമ്മുടെ രാജാവ് യഹോവയാണ്. അതിനപ്പുറം ഒരു രാജാവ് നമുക്ക് വേണ്ട, ഞാനാവില്ല. എത്ര എളിമയുള്ള മനുഷ്യൻ. അവസാനം എല്ലാ ജീവിതം കഴിഞ്ഞു വന്നു കഴിയുമ്പോഴത്തേക്കും ആ മനുഷ്യനൊരു തോന്നല്, ഒരു നല്ല കാര്യം, ഒരു ഏഫോദ് ഉണ്ടാക്കണം, എന്നിട്ട് അത് പ്രതിഷ്ഠിക്കണം. ജനമെല്ലാം അവിടെ ഒരു സന്തോഷത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഒരു വഴിപാട് പോയി. ഇത് ഏഫോദ് ഉണ്ടാക്കി അവിടെ പ്രതിഷ്ഠിച്ച് ജനമെല്ലാം അവിടെ വന്ന് തൊഴുത് പ്രശ്നമായി. ഗിദെയോനും കുടുംബവും നശിച്ചു പോയത് ആ ഒറ്റ കാര്യം. ചെയ്തതെന്തോ ഏറ്റവും നന്മയാണ് ചെയ്തത്. എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് നല്ല കാര്യം ചെയ്യാനാ വന്നത്. പക്ഷെ അനുഭവിച്ചത് എന്താ? വന്നുകൂടി എന്തായിരുന്നു? എന്റെ മറ്റേ കുടുംബം നശിച്ചു. തന്റെ കുടുംബം ഇല്ലാതെയായി. എന്തായിരുന്നു നമ്മൾ കേട്ടത്? ഒരുവൻ ഏതിനോട് തോൽക്കുന്നോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. എപ്പോഴും നമ്മെ തോൽപ്പിക്കാൻ ഒരാൾ നമ്മുടെ ഒപ്പം ഉണ്ട്, നമ്മുടെ ശരീരത്തിലുണ്ട്. ജഡത്തില് നമ്മൾ ഒരു കാര്യം പറയുവാണെങ്കിൽ അതിനെതിര് നമ്മുടെ ശരീരത്തിൽ നിന്ന് വരും. ഒരു കാര്യം ചെയ്യാൻ പുസ്തകത്തിൽ നോക്കണം. എത്രയോ പേര് നന്മ ചെയ്യാൻ ആഗ്രഹിച്ച് വന്ന് എന്നും ഇനി കർത്താവിന്റെ സന്നിധിയിൽ. പക്ഷേ അവരെല്ലാവരും വീണ് പോയിട്ടുള്ളത് ഈ ജഡത്തിന് അടിമയായി പോയിട്ടുള്ളതുകൊണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ വചനം ഇന്ന് നമുക്ക് കേൾപ്പിച്ചത് നമുക്ക്
നമ്മൾ വിചാരിക്കും നമ്മൾ നന്മയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചിന്തിക്കുന്നില്ല. ശരിയാ. ആ കാര്യം ശരിയാ. സംശയമൊന്നുമില്ല. പക്ഷേ ശരീരത്തിൽ വ്യാപരിക്കുന്ന തിന്മ, ആ നല്ലതായിട്ട് ആഗ്രഹിച്ചതിനെ ആ വഴിപാട് കഴിക്കാൻ കൊണ്ടുപോയി, അല്ലെങ്കിൽ തെറ്റ് തിരുത്താനുള്ള അവസരം കർത്താവ് കൊടുത്തപ്പോൾ അവിടെ വെച്ച് തിരുത്തണം. ഞാൻ നന്മ ആഗ്രഹിക്കാൻ പോയിട്ട് സാധിച്ചില്ല. ശരി, സമ്മതിച്ചു. സമ്മതിച്ചു. ഞാൻ ഇന്നിപ്പോ ഇത്രയും പറയുന്നതിന്റെ കാരണം ദൈവത്തിന്റെ ആത്മാവ് ഒരു ഒരു ഞാൻ ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതി ചെയ്ത ഒരു പ്രവൃത്തി അത് തെറ്റായി പോയി എന്നുള്ളത് എന്നെ കർത്താവ് അറിയിച്ചു തന്നത് ഞാൻ ഇവിടെ വെച്ച് ഓർത്തുപോയി ആ വചനം കേട്ടപ്പോൾ. കാരണം നമ്മൾ നല്ലതെന്ന് വിചാരിക്കുന്നതല്ല ദൈവത്തിന് മുമ്പാകെ നല്ലത്. അതിന് അതിൻ്റെതായ വ്യവസ്ഥയുണ്ട്. അതിന് അതിൻ്റെതായ വ്യവസ്ഥയും അതിൻ്റെതായ പ്രവർത്തികളുമുണ്ട്. അതനുസരിച്ച് മാത്രമേ അത് ചെയ്യാവൂ. ഇല്ല എങ്കിൽ എത്ര പേർക്കാ നമ്മൾ പുസ്തകം നോക്കുമ്പോ ഒടുവിൽ നമ്മൾ വിചാരിക്കും ദൈവമേ വല്ലോടത്ത് ഇരുന്നാ മതി. ഈ ആയുഷ്കാലം അടങ്ങിയിരുന്നെങ്കിൽ കഴിച്ചാൽ മതി എന്ന് ചിന്തിച്ചു പോകും. ഇപ്പൊ ഈ പറഞ്ഞതിന്റെ പൊരുള് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ കർത്താവ് സ്തോത്രം. വളരെ വളരെ അർത്ഥവത്തായതും വളരെ നമ്മൾ ശ്രദ്ധിക്കത്തക്കതും ക്രമീകരിക്കുന്നതുമായ ഒരു വചനമാണ് നമ്മളിന്ന് കേൾക്കുവാനിടയായത്. കീഴ്പ്പെട്ടു പോകരുത്. ഒന്നാമത് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് നിങ്ങൾ ശരീരത്തിന് കീഴ്പ്പെട്ടു പോകരുത്. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് മനുഷ്യർക്ക് കീഴ്പ്പെട്ടു പോകരുത്. 3 മോഹങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകരുത്. അങ്ങനെ പല കീഴ്പ്പെടാൻ നമ്മളെ ഒരുവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അവനല്ലാതെ മറ്റാർക്കും കീഴ്പ്പെട്ടു പോകാം. ദൈവം നമ്മുടെ ജീവിതത്തെ ഒരാൾക്ക് അടിമത്തിൽ അകപ്പെട്ടു പോകാം. നമ്മൾ ക്രിസ്തുവിന് അടിമകളാണ്. എപ്പോഴും ഓർത്തുകൊള്ളണം. എപ്പോഴും ഞാൻ എത്ര ശ്രേഷ്ഠമായി ഇത് ചെയ്യാൻ ആഗ്രഹിച്ചാലും ദൈവമേ നിന്റെ അടിമത്തത്തിൽ നിന്നിട്ടല്ലാതെ ആ പ്രവൃത്തി ചെയ്യാൻ എനിക്ക് ഇടവരരുത്. നിന്റെ അടിമത്തത്തിൽ നിന്നിട്ടല്ലാതെ ആ വാക്ക് സംസാരിക്കാൻ ഇടവരരുത്. നിന്റെ അടിമത്തത്തിൽ നിന്നിട്ടല്ലാതെ എനിക്കത് അനുഭവിക്കാൻ ഇടവരരുത്. മതി. ഞാൻ വലിയ ആളാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. ഇത് നമ്മുടെ പാഠമായി. നമ്മളത് വിശദമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ച് ഗ്രഹിച്ച് അത് പ്രാവർത്തികമാക്കി നമ്മുടെ ജീവിതത്തിൽ നേടുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ സഹായിക്കട്ടെ. മുട്ടുകൾ മുടക്കാൻ പ്രാർത്ഥിക്കും.